ഇയാള് സാഗറിനെ ബുദ്ധിമുട്ടിക്കണമെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഇന്ന് ഹർത്താലായിട്ട് സാഗറിനൊപ്പം വിടുന്ന സേഫെന്ന് തോന്നി. മാഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു സാർ. ഇന്ന് ഇയാൾക്ക് സാഗറിനൊപ്പം വരാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ, എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ. നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലും പറയുന്നത് നമ്മൾ നോക്കണ്ട. ശരി സാർ. ഞാൻ പോയിട്ട് വരാം കണ്ണേട്ടാ. നീ തുറക്കൊന്നും വേണ്ട, ഞാൻ തുറന്നു കയറിക്കോളാം. നിന്നെ വിളിച്ചപ്പോ ഇന്ന് ഹർത്താലായതുകൊണ്ട് നിനക്ക് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? മാഡം, ദേ സാർ നോക്കുന്നുണ്ട്. നിന്നെ മറ്റാരെക്കാളും വിശ്വാസം എന്റെ കണ്ണേട്ടന്. ആ വിശ്വാസം നീ തകർത്തത്. കാറെടുക്ക്. കണ്ണേട്ടൻ പറഞ്ഞായിരുന്നു രണ്ടാളും ഇങ്ങോട്ട് വരുംന്ന്. മാരണങ്ങൾക്ക് വരാൻ കണ്ട ദിവസം. മഹീന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. എപ്പ കാണുമ്പോഴും ലേഖയ്ക്ക് ഇത് തന്നെയാണല്ലോ പറയാനുള്ളത്. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഓരോ ദിവസവും കൂടുന്തോറും ഇവളുടെ സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു വരിക. മഹിയുടെ കൂടി കൂടി. അതിനിടയിലും എനിക്കിട്ടെന്തെങ്കിലും പറയാൻ കിട്ടുന്ന ചാൻസ് മിസ്സാക്കത്തില്ല. സാഗർ എന്ത് പറയുന്നു? എന്ത് പറയാനാ സാറേ? സാഗറിനെ അനന്തേട്ടനെ അറിയോ എന്ന് ചോദിച്ചാ സാഗർ എന്ന ചെറുപ്പക്കാരനുമായിട്ടാ ഇന്ന് മഹി വരുന്നെന്ന് കണ്ണൻ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഇതായിരിക്കുമല്ലോ സാഗർ. എന്നാ പിന്നെ രണ്ടാളും വാ 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 ലേഖ. സാറേ, ഇന്ന് ഹർത്താലായതുകൊണ്ടേ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞത് മേഡോ. ഉറപ്പായിട്ടും അനന്ത് സാറിനെ ചിലപ്പോ കണ്ണൻ സാർ വിളിക്കും. ഉറപ്പായിട്ടും മേഡത്തിനൊപ്പം വരണമെന്ന് പറഞ്ഞത് മേഡം തന്നെയാ. മനസ്സിലായി. എന്ത് ചെയ്യാനാ? വാ.